ഒരു വിഷുക്കണിയുടെ തീവ്രമായിട്ടുള്ള അനുഭവം. എന്താ പറയേണ്ടതെന്നറിയില്ല. കുറേ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാറ്റിലിട്ടോ, ഇതൊന്ന് പറയോ. അവസാനം ദേഷ്യം പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ഒന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത്. എന്താ കഥ? എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. എത്ര അനുഭവങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം. മനോഹരമായിട്ടുള്ള അനുഭവമാണ്, മനസ്സിൽ തട്ടും. സാർ, എനിക്ക് വലിയൊരു കൃഷ്ണാനുഭവം പറയാനുണ്ട്. ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വിഷുവിന് കണിയൊരുക്കുമ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നു, അടുത്ത വർഷം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അവിടെ ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങി സ്വന്തം വീട്ടിൽ ഒരുക്കാനും കാണാനും ഭാഗ്യം തരണമെന്ന്. പക്ഷെ ഈ വർഷവും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കണ്ണൻ തന്നില്ല. ജനുവരിയിൽ ഗുരുവായൂർ പോയപ്പോൾ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ കണ്ട് കൊതി തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്നും പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തന്നാൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുവെക്കാമെന്ന്. അത് നടന്നില്ല. ഈ വിഷു അടുത്തു. വന്നപ്പോഴേക്കും വീടില്ലാത്ത വിഷമവും കണിയൊരുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്ത വിഷമവും ഒരുപാടായിരുന്നു. കണിയൊരുക്കുന്നില്ല എന്ന് പോലും ചിന്തിച്ചു. വൈകിട്ട് വിളക്ക് വെച്ചപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി കുറച്ച് കണിക്കൊന്ന പൂവ് കൊണ്ടു തന്നു. അപ്പോൾ കരുതി മാങ്ങ ഇരിപ്പുണ്ടല്ലോ, അത് മാത്രം വെച്ച് ചെറിയ കണി ഒരുക്കാമെന്ന് കരുതി. കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങി. ഓരോന്ന് ചെയ്യുമ്പോഴും കണ്ണു നിറയുന്നു. അപ്പോഴാണ് ഓർത്തത്, ത്രിമധുരത്തിൽ നിന്നും സമ്മാനമായി കിട്ടിയ നാരായണീയത്തിൽ നല്ലൊരു കൃഷ്ണനുണ്ടല്ലോ എന്ന്. അത് ആദ്യം വിഗ്രഹം പോലെ ചാരി വെച്ചു, താലം വെച്ചു, അതിൽ മാങ്ങ വെച്ചു, പഴുത്തതും പച്ചയും. ഒരു തക്കാളി മാത്രം അടുക്കളയിലുണ്ടായിരുന്നു, അതും വെച്ചു. ഒരു തേങ്ങയും വെച്ചു. പെട്ടെന്ന് ഓർത്തു, മുറ്റത്ത് പേരക്ക ഉണ്ടല്ലോ എന്ന്. പെട്ടെന്ന് അതും പറിച്ചു കൊണ്ടുവന്നു. കൊന്നപ്പൂ വെച്ചു. ഒരുക്കങ്ങൾ കഴിഞ്ഞു. പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു. ഒരിക്കൽ പോലും ഇത്രയും ദാരിദ്ര്യത്തോടെ ഒരു വിഷു എനിക്ക് ഉണ്ടായിട്ടില്ല. സദ്യ ഒരുക്കാൻ പച്ചക്കറി വാങ്ങാൻ 100 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ. വാടക വീട്. ഞാൻ കുറേ പൊട്ടിക്കരഞ്ഞു. അലക്കിയ ഒരു മുണ്ട് കൂടി വെക്കാമെന്ന് കരുതി അലമാര നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെയോ ഒരു മയിൽപ്പീലി കിട്ടി. ഒരുപാട് സന്തോഷത്തോടെ അത് കൊണ്ടുവച്ചു. സ്വർണം വെക്കാനില്ലാത്തത് കൊണ്ട് വെള്ളിയുടെ ഒരു കൊലുസ് വെക്കാമെന്ന് കരുതി അലമാരയിൽ കൈയിട്ടതും കിട്ടിയത് ഒരു പാക്കറ്റ് മഞ്ചാടി. ജനുവരിയിൽ ഗുരുവായൂരിലെ മഞ്ചാടി ചെമ്പിൽ ഞാൻ പൊട്ടിച്ചിട്ട് അതേ കവർ മഞ്ചാടി. പൊട്ടിക്കരയാതെ മറ്റെന്തു ചെയ്യാൻ? നിറനാഴിയും കുങ്കുമച്ചപ്പും നാണയവും ഒക്കെ വെച്ചു. സമാധാനായി ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുന്നില്ല. ദേഹത്ത് ഉറുമ്പിഴയുന്നത് പോലെ തോന്നുന്നു. 12 മണി കഴിഞ്ഞിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഡ്രസ്സിൽ എന്തെങ്കിലും കയറിയതും ആവാമെന്ന് കരുതി വേറെ ഡ്രസ്സ് ഇട്ടു. അപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല. നല്ല തളർച്ചയും തോന്നുന്നു. സമയം 1 മണിയായി. ചെറുതായി കണ്ണടഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പശുവിനെ ചാരി നിന്ന് ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ വാടക വീട്ടിൽ വരുമ്പോൾ ടെറസിൽ പൊട്ടിയ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഇങ്ങനത്തെ ഒരു കൃഷ്ണൻ. 5 വയസ്സുള്ള എൻ്റെ മോൻ അതെടുത്ത് അവൻ്റെ സൈക്കിളിൽ വെച്ച് കുറച്ച് നാൾ കളിച്ചു. ഒരു ദിവസം വിളക്ക് കത്തിച്ചപ്പോൾ അവൻ തന്നെ അത് വിളക്കിനൊപ്പം വെച്ചു. കുറച്ച് മാസങ്ങൾ അത് അങ്ങനെ തന്നെ വെച്ചുട്ടോ. ഒരു ദിവസം അവൻ തന്നെ ആ വിളക്കിലെ തീയിൽ അതിൻ്റെ കൈ പൊള്ളിച്ചു. അടുത്തുള്ള 2 പേര് പറഞ്ഞു, ഇങ്ങനെ ഡാമേജ് വന്നത് വീട്ടിൽ പോലും വെച്ചുകൂടാ എന്ന്. എടുത്തു മാറ്റാൻ വലിയ വിഷമമായിരുന്നെങ്കിലും ഗുണത്തേക്കാൾ അത് ദോഷം ചെയ്യുമെന്ന് കേട്ടപ്പോൾ എടുത്തു മാറ്റിയിട്ടോ. സെറ്റിയുടെ അടിയിൽ വെച്ചു. ഇപ്പോഴും എനിക്ക് കാണാൻ പാകത്തിന്. സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഇതേ കൃഷ്ണനെ. പെട്ടെന്ന് തന്നെ ഞാൻ വന്നു. അതെടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. ആ കൃഷ്ണനെ ആരോ തിരിച്ചു വെച്ചേക്കുന്നു. എൻ്റെ മകനല്ല. അവൻ വെക്കേഷൻ അപ്പൂപ്പൻ്റെ വീട്ടിലാണ്. എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നത് പോലെ. ഞാൻ എന്നും വർത്തമാനം പറയായിരുന്നു ഈ കണ്ണനോട്. പെട്ടെന്ന് ഞാൻ എടുത്ത് കണിക്കൊപ്പം വിളക്കിൽ വെച്ചു. എന്നിട്ട് ഞാൻ പോയി കിടന്നു. കണ്ണടച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ 5 മണിക്കാണ് ഉണർന്നത്. സന്തോഷവും സങ്കടവും ഒരുപോലെ നിറഞ്ഞ നിമിഷം. അടുത്ത വിഷുവിനെങ്കിലും സ്വന്തം വീട്ടിലെ കണിയൊരുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരുമെന്ന പ്രതീക്ഷയോടെ ജീവിക്കുകയാണ്. എന്താ പറയേണ്ടത് എന്നറിയില്ല. ഇങ്ങനെയും വിഷുക്കൾ ഉണ്ടാവില്ലേ? വിഷുവൊക്കെ ആഘോഷിക്കുന്നവരുണ്ടാവും. എല്ലാവരുടെയും അവസ്ഥ ഒരേമാതിരി ഒന്നായിരിക്കില്ല. ഈ ചേച്ചിക്ക് എൻ്റെ ജീവിതത്തിലെ അടുത്ത പേജ് നല്ലതായിരിക്കും. വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും. ഒരു ദീർഘനിശ്വാസം. അതേ പറയാനുള്ളൂ. വിഷു കഴിഞ്ഞു അല്ലേ? എന്താ കഥ? ഹരേ കൃഷ്ണ. ഗ്രൂപ്പിലുള്ള ചേച്ചിയാണ്. ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ആളുകളെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.